കോൺഫിഡൻസ് അപകടം വിളിച്ചു വരുത്തും എന്ന് കേട്ടിട്ടില്ലേ? തട്ടിൽ കയറുമ്പോൾ മട്ടുമാറും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ ഇത് രണ്ടും ഇന്നലെ ഒരു കോംബോ പാക്ക് പോലെ കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം, വാട്ട് എ ഗെയിം. ഞാൻ എന്താ പറയാ, ഈ വേൾഡ് കപ്പില് ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് മാച്ച് ഇതാണെന്ന് തന്നെ ഞാൻ പറയും. അതിന്റെ കാരണം മറ്റൊന്നല്ല, നമുക്കറിയാം ഫ്രാൻസ് തൂക്കും ഈ വേൾഡ് കപ്പ് എന്ന് മൈൻഡിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഫ്രാൻസ് തൂക്കും എന്ന് 100% ഉറപ്പിച്ച് നിന്നവരാണ് എല്ലാവരും, അല്ലെ? ഇപ്പൊ ഈവൻ അർജന്റീന ഫാൻസ് പോലും, ഞാൻ പറയുന്നത് ഫ്രാൻസ് ആണ്. എന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് ഫ്രാൻസ് ആണ് 100% ഈ വേൾഡ് കപ്പ് അടിക്കാൻ സാധ്യതയുള്ള ടീം. പക്ഷെ എന്നാലും തോൽക്കാൻ മനസ്സില്ലാത്ത അർജന്റീന ഉള്ളത് ഫ്രാൻസിന് വെല്ലുവിളി തന്നെയാണ്, അർജന്റീന തൂക്കും, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഫ്രാൻസിനാണ് മുൻഗണന. ഫ്രാൻസ് ഇപ്പൊ അർജന്റീന ആരാധകർക്ക് പോലും ആ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഫ്രാൻസ് ഇത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ മത്സരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നതിന്റെ കാരണം, ഇത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിനെ കൂളായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി വേൾഡ് കപ്പിലെ ഓരോ മത്സരങ്ങളും ജയിച്ച് വന്നുകൊണ്ടിരുന്ന ഫ്രാൻസിനെ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ കൊടുത്ത് സ്പെയിൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇത്രയും കളി പൂ പറിക്കുന്ന ലാഘവമായിരുന്നെങ്കിൽ ഇത് ടോട്ടലി ഫ്രാൻസിനെ പ്രഷറിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള സെറ്റപ്പിലേക്ക് ഓരോ പ്ലേയേഴ്സിനെ മാറ്റി സ്പെയിൻ്റെ അടുത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഫ്രാൻസിന്. സോ ഒരു എന്താ പറയാ, ഒരു ഈ വർഷം കപ്പ് ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് 100% കോൺഫിഡൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ ഇത്തരത്തിൽ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്പെയിൻ ചെയ്ത പ്ലാൻസ്, സ്പെയിൻ ചെയ്ത വർക്കൗട്ടുകൾ, സ്പെയിൻ എടുത്ത എഫേർട്ട്, അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തട്ടേ കയറുമ്പോൾ മട്ട് മാറും. അത് സ്പെയിനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. തട്ടേ കയറുമ്പോൾ മട്ട് മാറി. ഇതുവരെ ക്വാർട്ടർ വരെ കളിച്ച സ്പെയിൻ അല്ല ഇന്നലെ സെമി കളിച്ചത് എന്നുള്ളത് ആലോചിക്കുക. ഇപ്പോ ഈവൻ പോർച്ചുഗലുമായിട്ട് കളിച്ച സ്പെയിൻ ആയിരുന്നില്ല ഇന്നലെ ഫ്രാൻസുമായിട്ട് കളിച്ചത്. പോർച്ചുഗലായിട്ട് സ്പെയിനിന് പിന്നെയും കുറച്ച് കോമ്പറ്റീഷൻ കിട്ടിയ പോലെ തോന്നി. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു തണ്ടി പരിപാടി വന്നതുപോലെ തോന്നിയായിരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കളിയിൽ. പക്ഷെ ഇന്നലെ അതല്ലായിരുന്നു. ഇന്നലെ ഫ്രാൻസിന് ഇപ്പൊ വിനയായത് അവരുടെ ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓവർ കോൺഫിഡൻസ് അപകടം വിളിച്ചു വരുത്തുന്നുള്ളത്. ഫ്രാൻസ് കപ്പ് ഞങ്ങളുടെ ആടാ എന്നുള്ള സെറ്റപ്പിൽ ഇപ്പൊ ഞാൻ പലതവണ എനിക്ക് മുമ്പും തോന്നിയിട്ടുണ്ട്, ഒലീസയുടെ മുഖത്തുനിന്ന് ഞാൻ ഇങ്ങനെ വായിച്ചെടുത്തിട്ടുണ്ട് ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇന്നലെ ഒലീസയൊക്കെ ആ ഓവർ കോൺഫിഡൻസ് ഒക്കെ വിട്ട് ടോട്ടൽ പ്രഷറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത്. ഡിംബലെ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പോലും പല സമയങ്ങളിൽ നമുക്ക് സംശയിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. പിന്നെ കിലിയൻ എംബാപ്പെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആളെ കൊണ്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പോ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് ഇന്നലെ ആ ഒരു ഫസ്റ്റ് പെനാൽറ്റി, ആദ്യത്തെ സ്പെയിൻ എടുത്ത പെനാൽറ്റി വിൻ ചെയ്യുന്നു. അതോടുകൂടി ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് പരിപാടി പോവുകയാണ്. ഫ്രാൻസ് ഒരിക്കലും വിചാരിച്ചല്ല അങ്ങനെ ഒരു സ്കോർ പെട്ടെന്ന് വരും എന്നുള്ളത്, അല്ലെങ്കിൽ സ്പെയിൻ ലീഡ് എടുക്കും എന്നുള്ളത് പോലും എനിക്ക് തോന്നുന്നു ഫ്രാൻസിന്റെ പ്ലാനിൽ പോലും, അല്ലെങ്കിൽ അവരൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പോലും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് ടോട്ടലി കോൺഫിഡന്റ് ആയിരുന്നു, അവരടിക്കുന്നത് നമ്മൾ ലീഡ് എടുക്കും, കളി ജയിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇറങ്ങിയങ്ങാണ്ട് വന്നതാണ്. ആ ഒരു ഗോൾ വീണ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായി. പോരാത്തതിന് വീണെടുത്ത് ഒരു ഔട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതാണ്ട് സെക്കൻഡ് ഹാഫിൽ വന്ന് രണ്ടാമത്തെ ഗോൾ അവർക്ക് 2-0. ഫ്രാൻസിന്റെ ടോട്ടലി ഫ്രാൻസ് അവിടെ തീരുകയാണ്. ഫ്രാൻസിന്റെ ശവപ്പെട്ടിക്ക് സ്പെയിൻ ആണി അങ്ങോട്ട് അടിച്ച് ഉറപ്പിക്കുകയാണ് അവിടെ. പിന്നെ ഫ്രാൻസ് എന്താ കാട്ടിയതെന്ന് ഫ്രാൻസിന് പോലും അറിയില്ല. പിന്നെ സ്പെയിൻ വെറുതെ കളിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോ ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോസ് ആയിട്ട്, അതായത് അർജന്റീനയുടെ ഓരോ വിജയങ്ങളിലും ഞാൻ ഓപ്പോസിറ്റ് കളിച്ചുകൊണ്ടിരുന്ന ടീമുകളെ വിമർശിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്ന പരിപാടി. അതായത് അവസാന നിമിഷങ്ങളിൽ എങ്ങനെയാണ് ഡിഫൻസ് ചെയ്യേണ്ടത്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിന്റെ കാലിൽ ബോൾ കൊടുത്തിട്ട് അവർ ബോളും കൊണ്ട് പോസ്റ്റിലോട്ട് വരുമ്പോൾ തടുത്തിടുന്ന പരിപാടിയല്ല. പകരം ബോൾ കാലിൽ വെച്ച് ടൈം ഡിലേ ചെയ്യണം. അതായത് പാസ് ചെയ്ത് ഒപ്പോണന്റിന് ബോൾ കൊടുക്കാതെ അങ്ങനെ വേണം ഡിഫൻസ് ചെയ്യാനെന്ന് ഞാൻ ഇങ്ങനെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ പല സമയങ്ങളിലും അവസാന നിമിഷത്ത് പല സമയങ്ങളിലും ഫ്രാൻസിനെതിരെ സ്പെയിൻ അത് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ടൈം ഡിലേ ചെയ്ത് അവർ ഇങ്ങനെ ബാക്ക് പാസ് ഒക്കെ കളിച്ച് കൂളായിട്ട് ഇങ്ങനെ ഫ്രാൻസിന് ബോൾ കൊടുക്കാതെ കളിക്കുന്ന പല സിറ്റുവേഷനും നമ്മൾ കണ്ടു. സോ അതാണ് കളി ഫ്രാൻസിനെതിരെ. അതായത് ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു ബിഗസ്റ്റ് ഒപ്പോണന്റ് ആണ് എന്നുള്ള എല്ലാ ഒരു ഇതിലുമാണ്, ആ ഒരു തിരിച്ചറിവിലാണ് ഇന്നലെ സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൽ അവർ വിജയം കാണുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു താരം റോഡ്രിയാണ്. റോഡ്രി ഒരു ബാലൻ ഡോർ വിന്നറാണ്. തന്റെ നാഷണൽ ടീമിന് റോഡ്രിയെ പോലെ ഒരു പ്ലെയർ തന്റെ നാഷണൽ ടീമിന് എന്തൊക്കെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ ഇന്നലെ റോഡ്രി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. റോഡ്രിയൊക്കെ ലീസനെയൊക്കെ അടിച്ച് കറക്കുന്നത് കണ്ടു അവിടുത്തെ. വേണം, അങ്ങനെ തന്നെ വേണം. അതാണ് ടോട്ടലി പറയാലോ ഇന്നലെ അബ്സല്യൂട്ട്ലി
ഒരു കിഡിലം മാച്ചാണ് ഇന്നലെ സ്പെയിൻ കാഴ്ചവെച്ചത്. സോ അടുത്ത സെമി വരുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീനയാണ്. സോ നമുക്ക് സെമി ഫൈനൽ തൊട്ട് ഒരു പ്രഡിക്ഷൻസിനും സ്ഥാനമില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം. അത് ഇന്നലത്തെ മത്സരത്തോടു കൂടി നമുക്ക് മനസ്സിലായി. സെമി ഫൈനലിലും തൊട്ട് അങ്ങോട്ട് നമുക്ക് ഒരു രീതിയിലും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അർജന്റീന ജയിക്കുമോ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുമോ നമുക്ക് അറിയില്ല. സോ ആര് ജയിച്ചു വന്നാലും സ്പെയിൻ തട്ടിൽ കയറി നിൽക്കുകയാണ്. സ്പെയിന്റെ മട്ട് വേറെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്പെയിൻ ഒരു ചെറിയ ഓപ്പോണന്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. സോ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.